അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ചോദിക്കാനുള്ളത് ഹദീസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച പല ഹദീസുകളും അഹ്ലുസുന്നയിലെ അധികായകന്മാരായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിമർശിച്ചിട്ടുണ്ടെന്നും, പക്ഷെ അതേ വിഷയം കേരളത്തിലെ ചില പണ്ഡിതന്മാർ വിമർശിച്ചാൽ മാത്രം അത് ഹദീസ് നിഷേധമാകുമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു വിശദീകരണം. അസ്സലാമു അലൈക്കും. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഒക്കെ ചില ഹദീസുകളെ മുൻഗാമികൾ വിമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ ചില ആളുകൾ ആ ഹദീസുകളെ വിമർശിക്കുമ്പോൾ അത് ഹദീസ് നിഷേധവും, എന്നാൽ മുൻഗാമികൾ വിമർശിക്കുമ്പോൾ അത് ഹദീസ് നിഷേധമല്ലാതെയാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സുഹൃത്ത് ഉന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നിഷേധമുണ്ട്, മറ്റൊന്ന് നിരൂപണമുണ്ട്. നിരൂപണം ഒന്ന് വേറെ, നിഷേധം ഒന്ന് വേറെ. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അടക്കമുള്ള മുഹദ്ദിസുകൾ, മുൻഗാമികളും ആധുനികരുമായ ആളുകൾ നടത്തിയിട്ടുള്ളത് നിഷേധമല്ല, നിരൂപണമാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിലെ മുസ്നദ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ അത് മുഴുവനും സ്വഹീഹാണ്. വതലഖൽ ഉമ്മത്തു ബിൽ ഖബൂൽ, ഉമ്മത്ത് മുഴുവനും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ അഹ്ലുസുന്നക്ക് തർക്കമില്ല. അതേസമയം ഹദീസ് രംഗത്ത് അഗാധമായ പാണ്ഡിത്യമുള്ള, പതിനായിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള, ഹദീസിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് ആഴത്തിൽ വിവരമുള്ള പണ്ഡിതന്മാരിൽ ചില ആളുകൾ സഹീഹുൽ ബുഖാരിയിലെ ചില ഹദീസുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അത് ശരിയാണ്. എന്തൊക്കെയായിരുന്നു ആ വിമർശനങ്ങൾ? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ ഹദീസ് സാരിയിൽ ഈ വിമർശനങ്ങളെ 6 രീതിയിലാക്കി വർഗീകരിച്ചിട്ടുണ്ട്. 6 ഗണങ്ങളാക്കി അദ്ദേഹം എണ്ണിയിട്ടുണ്ട്. അതിലൊന്ന് മാ തഖ്തലിഫു റുവാത്തു ഫീഹി ബിസിയാദ വന്നഖ്സ്, അഥവാ ഏതെങ്കിലും ഒരു ഹദീസിൽ 2 സനദുണ്ട്, 2 പരമ്പരയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പരമ്പരയിൽ ആള് എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്തതിന്റെ പേരിലാണ് ഒരു വിമർശനം. രണ്ടാമത്തത് 2 പരമ്പരയുണ്ടെങ്കിൽ ആ പരമ്പരയിലുള്ള ആളല്ല ഇതേ പരമ്പരയിലുള്ളത്, അപ്പൊ ആള് മാറിപ്പോയി എന്നതാണ് മറ്റൊരു വിമർശനം. മൂന്നാമത്തത് മാ തഫറദ ബിഹി ബഅദു റുവാത്ത്, ചില റാവിമാർ ആ ഹദീസിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ അവരുടെ റിപ്പോർട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ, ഇതാണ് മറ്റൊരു വിമർശനം. നാലാമത്തത് ബുഖാരി ഉദ്ധരിച്ച് ചില റാവിമാരെ സംബന്ധിച്ച് അവർ ദുർബലരാണെന്ന് വേറെ ചില പണ്ഡിതരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബുഖാരി തന്റെ സഹീഹിൽ ഒരു റാവിയെ അഥവാ റിപ്പോർട്ടറുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് ഫഖദ് ജാസൽ ഖന്തറ, അവൻ പാലം കടന്നു കഴിഞ്ഞു, ഫലാ യുൻതഫതു ഇലൈഹി, പിന്നെ അവരിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതാണ്. കാരണം ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ റിജാലിന്റെയും അഥവാ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് ഇമാം ബുഖാരിക്കാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളത്. അദ്ദേഹം ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് സ്വഹീഹാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചർച്ചല്ല. പക്ഷെ ചില ആളുകൾ അവരുടെ ഗവേഷണം അനുസരിച്ചുകൊണ്ട് ദഈഫാക്കിയ ചില റാവിമാരുണ്ട്. ആ റാവിമാരെ ബുഖാരിയിലുള്ള ചില ഹദീസുകൾ അവർ വരുമ്പോൾ ചില ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. അതാണ് മറ്റൊരു വിമർശനം. ഇങ്ങനെയുള്ള ചില വിമർശനങ്ങളാണ് മുൻഗാമികൾ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഈ വിമർശനങ്ങളൊക്കെ തന്നെയും പണ്ഡിതന്മാർ കാണുകയും അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ ദാറഖുത്നി വിമർശിച്ചിട്ടുള്ള 110 ഹദീസുകളും അങ്ങനെ തന്നെ എടുത്തുകൊടുത്ത് ആ വിമർശനങ്ങൾ ഉദ്ധരിച്ച് കൃത്യമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ബുഖാരിക്ക് ചെറിയൊരു ശറഹുണ്ട്, അത് പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷെ ആ ശറഹിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വഖദ് ഇസ്തദറക ദാറഖുത്നി അലൽ ബുഖാരി വമുസ്ലിം അഹാദീസ, ഇമാം ദാറഖുത്നിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ബുഖാരിയിലെയും മുസ്ലിമിലെയും ചില ഹദീസുകളെ പിടികൂടുകയും ഫതഅന ഫീ ബഅദിഹാ, ചിലതിന് ആക്ഷേപം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നു വദാലിക തഅന മബ്നിയുൻ അലാ ഖവാഇദി ലിബഅദിൽ മുഹദ്ദിസീന ദഈഫത്തുൻ ജിദ്ദ,
എന്നാൽ മുഹദ്ദിസുകളായ ആളുകളുടെ ഖവായിദ വെച്ച് നോക്കുമ്പോൾ ആ വിമർശനങ്ങൾ അങ്ങേയറ്റം ദുർബലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിലുള്ള വിമർശനങ്ങളാണ്. ഒരു റാവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അതൊരിക്കലും ഉസൂൽ ഹദീസിന്റെ നിയമപ്രകാരം പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ്. ഈ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുൻഗാമികൾ നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഷേഖ് നാസറുദ്ദീൻ അൽബാനിയും നടത്തിയിട്ടുള്ളത്. ഈ 110 ഹദീസുകൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ സിഹിറിന്റെ ഹദീസ് താറഖുത്തിനെ വിമർശിച്ചിട്ടില്ല, കണ്ണീറിന്റെ ഹദീസ് വിമർശിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് ചില ആളുകൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലും വിമർശിക്കുന്ന ഒരു ഹദീസ് പോലും മുൻഗാമികൾ വിമർശിച്ചിട്ടില്ല. അതാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ മുൻഗാമികളുടെ വിമർശനം എടുത്തുധരിക്കുകയാണ് ചെയ്യാറുള്ളത് എന്ന് പറയുന്ന ആളുകൾ സിറാത്ത് നിഷേധിക്കുന്നു, ദജ്ജാൽ നിഷേധിക്കുന്നു, സംസമിന്റെ മഹത്വത്തെ നിഷേധിക്കുന്നു, അള്ളാഹു ഇറങ്ങുമെന്ന കാര്യത്തെ നിഷേധിക്കുന്നു, അതേപോലെ തന്നെ സിറാത്ത്, മീസാൻ, ഇങ്ങനെ ഒരുപാട് അദാബുൽ ഖബർ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിഷേധിക്കുന്നു. ഇതിനെ നിഷേധിക്കുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ പറയും ഇതൊക്കെ മുൻഗാമികൾ വിമർശിച്ചതാണ്. വിമർശിച്ചിട്ടില്ല. സിറാത്ത് പാലമില്ല എന്ന് പറയുന്ന ഒരൊറ്റ മുൻഗാമിയെ നമുക്ക് അഹ്ലുസുന്നയിൽ കാണാൻ കഴിയില്ല. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും കൂട്ടിക്കൊഴുക്കുന്ന പണ്ഡിതന്മാരാണ്. എന്നെ വിമർശിക്കുന്നവരും ചിലപ്പോൾ മസീഹുദ് ദജ്ജാലുകളായേക്കാം എന്ന് ചില ആളുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മസീഹുദ് ദജ്ജാൽ ഉണ്ടാകോ? ഒരാൾ വിമർശിക്കുന്ന ആൾ മസീഹുദ് ദജ്ജാലാകോ? ഇല്ല. അപ്പോൾ മുൻഗാമികൾ നടത്തിയ വിമർശനമല്ല കേരളത്തിലും ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിഷേധം തന്നെയാണ്. ഷേഖ് നാസറുദ്ദീൻ അൽബാനി ഒരിക്കലും നിഷേധമല്ല നടത്തി, നിരൂപണമാണ്. അദ്ദേഹത്തിന് സിൽസിലത്തുൽ അഹാദീസ് ദഈഫയിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നതിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന റാവി റിപ്പോർട്ടറുണ്ട്. അബ്ദുറഹ്മാൻ എന്ന ആ റിപ്പോർട്ടറെ സംബന്ധിച്ച് മുൻഗാമികൾ പലരും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞത് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു, പക്ഷെ മറുപടി ആയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന ബുഖാരിയിലെ ഒരു ഹദീസുണ്ട്. ആ ഹദീസിന് 2 പരമ്പര ഇമാം ബുഖാരി കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു പരമ്പരയിലെ അദ്ദേഹമുള്ളൂ. ആ അദ്ദേഹം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന റാവി ഉള്ള പരമ്പരയാണ് ദഈഫാണെന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ആ ഹദീസ് മത്തിനൊരിക്കലും അംഗീകരിക്കാതിരുന്നിട്ടില്ല. അതേ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന റാവി ഇല്ലാത്ത ഒരു സനദ് ബുഖാരിയിലുണ്ട്. അത് അൽബാനി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികൾ നിരൂപണം നടത്തുന്ന ശൈലി ഇതാണ്. തങ്ങൾ നിരൂപിക്കുന്ന കാര്യം ഇല്ലാത്ത ഒരു സനദ് കിട്ടിയാൽ അവർ ആ ഹദീസ് സ്വീകരിക്കും. എന്നാൽ കേരളത്തിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ നിരൂപണമല്ല, നിഷേധമാണ്. അത് ഞാൻ ഒരു എന്താ പറയുക, ഒരു വാശിക്കോ അല്ലെങ്കിൽ ചില ആളുകളെ അധിക്ഷേപിക്കാനോ വേണ്ടി പറയില്ല. ഹദീസ് നിരൂപണം എന്ന് പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. തോന്നിയ രൂപത്തിൽ നിരൂപിക്കാൻ പാടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിരൂപിക്കുന്ന വസ്തു അല്ലെങ്കിൽ അതിന്റെ മനഹജ് ക്ലിയർ ആയിരിക്കണം. കേരളത്തിൽ ഇറങ്ങിയ ജിന്ന് പിശാച് ചേർന്ന പുസ്തകത്തിന്റെ 147-ാമത്തെ പേജിൽ കാണാം, ഒരു ഹദീസ് കൊടുക്കണം. എന്താ ഹദീസ് എന്ന് ചോദിച്ചാൽ, ഖിവാമുൽ മർഇ അഖ്ലുഹു മൻ ലാ അഖ്ല ലഹു ലാ ദീന ലഹു. ഒരു മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിയാണ്. ബുദ്ധി ഇല്ലാത്തവന് മതമില്ല എന്നാണ് ആ ഹദീസ്. ഇത് മൗദൂആയ ഹദീസാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടു എന്ന് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ മൗദൂആത്തിലും സുയൂത്തിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ്. എന്നിട്ട് ബൈഹഖി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ചുവട്ടിൽ എഴുതിയിരിക്കുകയാണ്, ഖുർആനിന്റെ ആശയങ്ങൾ ഈ ഹദീസിനെ ബലപ്പെടുത്തുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ബുദ്ധിക്കെതിരായ ഹദീസുകൾ തട്ടണമെന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്ന ഈ തെളിവ് ദുർബലമാണെന്ന് മാത്രമല്ല കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു ഹദീസാണ്. ഇതിനൊരിക്കലും നിരൂപണം എന്ന് പറയാൻ പറ്റില്ല. ഇനി മറ്റൊരു വിഷയം, മുൻഗാമികളായ ആളുകൾ നടത്തിയത് ഞാൻ പറഞ്ഞല്ലോ ചില ഖവായിദുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സിഹിറിന്റെ ഹദീസിൽ റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസിൽ ഹിശാം ബിൻ ഉർവ എന്ന് പറയുന്ന റാവിയുണ്ട്. ആ റാവി ഉള്ളത് കൊണ്ട് ആ ഹദീസ് ദുർബലമാണ് എന്നവർ പറയുന്നു. പക്ഷെ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഹിശാം ബിൻ ഉർവ എന്ന് പറയുന്ന ഹിശാം ഉർവയും ഇല്ലാത്ത 7ഓളം സനദുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. പക്ഷെ ഹദീസ് സ്വീകരിക്കോ? സ്വീകരിക്കൂല. അപ്പൊ തങ്ങൾ സ്വീകരിക്കാൻ തങ്ങൾക്ക് പറ്റുന്നത് എന്ന് അവർക്ക് തോന്നുന്ന ചില ഹദീസുകളുണ്ട്. അത് കള്ള ഹദീസാണെങ്കിലും സ്വീകരിക്കും. എന്നാൽ തങ്ങൾക്ക് പറ്റാത്തതാണെങ്കിലോ, അത് ബുഖാരിയിൽ വന്നതാണെങ്കിലും സ്വീകരിക്കൂല. അതാണ് നമ്മൾ പറഞ്ഞത്, ഇത് നിഷേധമാണ്, നിരൂപണമല്ല. നിരൂപണമാണെങ്കിൽ
ഹിസാം ഇല്ലാത്ത സനദ് സ്വീകരിക്കൂല. ഇനി മുൻഗാമികളായ ആളുകൾ ഒരു ഹദീസിനെ നിരൂപിക്കുമ്പോൾ അവർ ആ വിഷയത്തെ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. ഇവിടെ സിറാത്തിന്റെ ഹദീസിനെ നിരൂപിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ സിറാത്തിനെ തന്നെ നിഷേധിക്കാൻ, സിറാത്തില്ല എന്ന് പറയാൻ. ദജ്ജാലിന്റെ ഹദീസിനെ നിരൂപണം നടത്തുന്നു എന്ന് പറയുന്ന ആളുകൾ ദജ്ജാലിനെ തന്നെ നിഷേധിക്കുകയാണ്. അങ്ങനെ നിരൂപണം ലോകത്ത് പരിചയമല്ല. അതിനെയാണ് നമ്മൾ പറഞ്ഞത് അത് നിഷേധമാണ്. നിരൂപണം എന്ന് പറഞ്ഞാൽ തങ്ങൾ നിരൂപിക്കുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി കാര്യം ഇല്ലെങ്കിൽ ആ ഹദീസ് അവർ സ്വീകരിക്കും. അപ്പോൾ കേരളത്തിൽ ഉള്ളത് യഥാർത്ഥത്തിൽ നിരൂപണമല്ല. ഇനി ഹദീസ് അങ്ങനെ നിരൂപണം നടത്താനുള്ള വലിയ പണ്ഡിതന്മാരൊന്നും ഇപ്പൊ കേരളത്തിലില്ല. അത് നമുക്ക് ആത്മധൈര്യത്തോടുകൂടി തന്നെ പറയാനും കഴിയും. ബുഖാരി ദാറഖുത്നി വിമർശിച്ചിരുന്നവർ, ദാറഖുത്നിക്ക് അതിന് അധികാരമുണ്ട്, അർഹതയുണ്ട്. ഒരു സനദ് പോലും പൂർണ്ണമായി മനഃപ്പാടമില്ലാത്ത, ഒരു സനദ് കണ്ട് വായിക്കാൻ പോലും അറിയാത്ത ആളുകളാണ് ബുഖാരിലെ ഹദീസിനെ ചവിട്ടി മരിക്കുന്നത്. അവരതിന് അർഹതയില്ലെന്ന് മാത്രമല്ല, തങ്ങൾക്ക് കഴിയാത്ത മേഖലയിൽ കൈവച്ച് ബുഖാരിലെയും ഹദീസിലെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് തങ്ങൾ മുൻഗാമികളുടെ നിരൂപണങ്ങളെ മറുപിടിക്കുന്ന ഒരിക്കലും ശരിയല്ല എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാൻ